നമ്മളെ റമദാൻ വ്ളോഗ് സീരീസിലെ ആദ്യത്തെ 10 വട്ടം കണ്ട് കഴിയാണ്. അതിന് മുന്നേ നമ്മളെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അസ്സലാമു അലൈക്കും. കാക്കാന്റെ വിശേഷം എന്താണ്? ഞാനൊരു കമ്പനി തുടങ്ങിയിരിക്കണേ, പേര് മൂത്തമാസ് അച്ചാറാണ്. ഇപ്പം ആകെ ഒരു പ്രൊഡക്റ്റ് ഉള്ളൂ, ബീഫ് അച്ചാറാണ്. ഞങ്ങൾ കുറേ പ്രൊഡക്റ്റ് ഇറക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാക്കാക്ക് ബീഫ് അച്ചാർ അയച്ചെന്നാൽ കാക്കാക്ക് ഇഷ്ടമായി എൻ്റെ റിവ്യൂ പറയുന്ന വീഡിയോ ഇടുമോ? അപ്പൊ ഇതാണ് ആ പറഞ്ഞ ഐറ്റം, മൂത്തമാസ് അച്ചാറിന്റെ ബീഫ് അച്ചാർ. ഒരാഴ്ചന്റെ അടുത്തായി ഞാൻ ഈ അച്ചാർ യൂസ് ചെയ്യുന്നത്. നല്ല പക്ക ക്വാളിറ്റി ബീഫാണ് ഈ അച്ചാറിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേസ്റ്റും പക്കയാണ്. അതൊന്നുള്ള രസം ഒരു ചെറിയ ചക്കനാടായി ബിസിനസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും മൂത്തമാസ് അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഒറ്റക്കല്ല, കസിൻസ് എല്ലാവരും നോമ്പെടുക്കാൻ വന്നത്. അങ്ങനെ പെൽച്ചൊക്കെ ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അത്താഴത്തിന് ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും ഒരു ഉറക്കപ്പിച്ചിലേക്ക് ഇന്ന് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഇവരും അത്താഴത്തിന് നീച്ചിക്കണം. ഫുഡൊക്കെ കഴിച്ച് സുബീസ്കരിച്ച് കിട്ടുന്നു. പിന്നെ രാവിലെ നീച്ച് ഇന്നത്തെ തോട്ടം അങ്ങോട്ട് തുടങ്ങുകയാണ്. തോടുക്കണെങ്കിൽ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞത്. ആദ്യം ചെക്കന്മാരെ മുടിയിട്ടിക്കാനായിട്ട് കയറി. ആ പലകമലൊക്കെ കയറിയിരുന്ന ഒരു കാലല്ല, കയറി ഇരിക്കണം എന്നൊക്കെ ഉണ്ട്. എന്തപ്പോ ചെയ്യണം? ഓലെ മുടിയിട്ടായിരുന്ന ഗ്യാപ്പിൽ ചിക്കൻ വാങ്ങിയായിരിക്കുന്നതാണ് ഞാൻ. ചിക്കൻ സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോ തന്നെ ചെക്കന്മാരെ മുടിയിട്ടില്ല കഴിഞ്ഞു. അത് കഴിഞ്ഞ് പെരിലെത്തി കുളിച്ചു മാറ്റി ഫ്രഷ് ആയി ഇമാമോട് കൂടി ലുഹറ നിസ്കരിച്ചു. ചെക്കന് നോമ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും ഒരു ഹൈഡ് കൊടുത്താൽ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ഓട്ടത്തിന് ഇറങ്ങി. ഇനി പെരക്കാർ തിരിച്ച് വണ്ടി കയറും, അവിടെയും പോസ്റ്റ് ആവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെരിയിലെത്തി കുറച്ചേരം പോയിന്റ് പോയി. വേറെ ഒന്നല്ല, ജസ്റ്റ് ഫോർ ടൈം പാസ്. അങ്ങനെ നോമ്പൊക്കെ ടൈമായി. എല്ലാവരും ടാബ്ലറ്റ് വന്നിരുന്നുണ്ട്. ബാങ്ക് കൊടുക്കാൻ അങ്ങനെ കാത്തിക്ക്. നോമ്പൊക്കെ തുറന്നതിന് ശേഷം പെരിയത്തെ നമ്മൾ പൈനാപ്പിൾ മസാല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മസാല ഐറ്റംസ് ഒക്കെ നേരിഞ്ഞ് കിളി പോയതിനു ശേഷം ഒരു സോഡ അങ്ങോട്ട് കുടിച്ചു. അതും വേറെ സോഡ അല്ല, പച്ചമാങ്ങ സോഡ. വിസ്മയം കടിച്ചില്ല, ഒറ്റ മുറുക്കിനോട് കുടിച്ചു. ഒറ്റ വലിക്ക് കഴിഞ്ഞെങ്കിൽ ഗ്യാപ്പിട്ട് കുടിച്ചാലും മതി. മൂക്കും പൊത്തി കണ്ണും പൊത്തി കുടിച്ച് ഇന്നത്തെ പരിപാടിയാണ് കഴിപ്പിച്ച്.